ഹായ് ഫ്രണ്ട്സ്, RRRൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു ട്രെയിലർ റിയാക്ഷൻ വേണ്ടിയിട്ടാണ് അല്ലേ? ട്രെയിലർ അർജുൻ അശോകിൻ്റെ പുതിയ സിനിമയായിട്ടുള്ള ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന പുതിയ സിനിമയുടെ ട്രെയിലർ റിയാക്ഷനാണ്. അതിപ്പോൾ കുറച്ച് മുമ്പ് അതിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും അത് കണ്ടു കാണാൻ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകും. ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് എന്റെ മോക്ക് എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്കറിയാം. നന്ദു പുതിയ സാറൊക്കെ 6 മാസങ്ങൾക്ക് മുൻപ് കൊച്ചി വാർഫിൽ നിന്നും ഒരു ലോ കോളേജ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തി. വെള്ളം പേടിയുള്ള ഒരു പെൺകുട്ടി കായലിലേക്ക് നോക്കി ചാടി ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അതൊട്ടും ലോജിക്കലല്ല. ചാനലിന്റെ റേറ്റിംഗ് കയറ്റാനുള്ള ഒരു എപ്പിസോഡ് മാത്രമാണ് ഈ മെറിൻഡീസ്. അത്രയേ ഉള്ളൂ, അത്രേ പാടുള്ളൂ. മെറിന്റെ മരണത്തിൽ നമ്മൾ ആരും അറിയാത്ത മറ്റെന്തെങ്കിലും ഒരു സംഗീതം നമ്മുടെ മരിക്കാനുള്ള പരിപാടി നോക്കിയിട്ട് അവസാനം തിരഞ്ഞെടുത്തത് കോശിനി പാല. ഇത് ആത്മഹത്യയല്ല, കൊലപാതകം. ആ പേരൻസ് കൊടുത്ത ഹർജിയിൽ കോടതി ഉത്തരവായി നിനക്കിത് എന്തിന്റെ കേടാ? ഏതൊരു ചത്തുപോയി പെണ്ണിന്റെ കേസ് അച്ഛന്റെ മരണത്തിൽ ദുരൂഹതകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാനുള്ള യോഗം അമ്മ സത്യം അമ്മയെ തൊത്തി വീഴും. നമുക്ക് നോക്കാം. ആനന്ദ് ശ്രീബാലയാണോ കേരള പോലീസ്? നവംബർ 15 പടം പൊടി. നമ്മുടെ അർജുനില് നല്ല ആക്ടിങ്, നല്ല നമ്മുടെ പെണ്ണ് യോഗം, ബ്രഹ്മയോഗം നല്ല അവനെ ആക്ടിങ്, നല്ല ആക്ടിങ്. ഈ പ്രാവശ്യം പുതിയ പടം വന്നിട്ടുണ്ട്. അവൻ നല്ല ആക്ടിങ് ആയിരിക്കും, നല്ല ബീച്ചും ആയിരിക്കും. നമുക്ക് ഒന്ന് കണ്ടിട്ടില്ല, പോയി കാണണം, തീർച്ചയായും പോയി കണ്ടു. എന്താണ് നമുക്ക് കാര്യങ്ങള്? ഈ പോലീസ് കേസ് അന്വേഷിക്കാൻ നടക്കുക. മിസ്സിംഗ് ആണ്, പെമ്പിളാർ മിസ്സിംഗ് ആണ്. എന്താണ് നമുക്കറിയില്ല. എന്താണ് അഭിപ്രായം എന്ന് പറയും? ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അർജുൻ അശോകാണ് നമ്മുടെ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതാണ്, പല പല സിനിമകളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ അർജുൻ അശോക് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ ചിലർ വിശ്വസിച്ച് കാണുന്നവരും ഉണ്ട്, സത്യം പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ബ്രഹ്മയോഗമാണെങ്കിലും അതുപോലെ തന്നെ സൂപ്പർ ശരണി ആണെങ്കിലും അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നടനും കൂടാണ് അർജുൻ അശോക്. അപ്പോൾ അർജുൻ അശോക് ഇത്തരത്തിലുള്ള ഒരു വെറൈറ്റി സ്ക്രിപ്റ്റുകളാണ് കഴിഞ്ഞ ചില സിനിമകളായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെറൈറ്റി സ്ക്രിപ്റ്റുകളുമായിട്ട് കാണുന്ന പ്രേക്ഷകന്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ സിനിമകൾ, അനുഭവങ്ങൾ തരിക എന്ന് പറയുന്നത് ഒരു പുതിയ നടനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരു പുതിയ സിനിമയും കൂടെ ആയിരിക്കും ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത്. ആ ട്രെയിലറിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം ഒരു പെൺകുട്ടിയുടെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മരിച്ചതായിട്ട് പറയുന്നു. പിന്നെ അതിനെപ്പറ്റിയുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെ ആ ട്രെയിലറിൽ ഓരോ കട്ട്സ് ആയിട്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. വളരെയധികം എൻഗേജിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതെ, നല്ലൊരു എൻഗേജിംഗ് ആയിട്ട് തോന്നുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ, നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയിലുണ്ട്. നമുക്കിന്ന് അതെ, നല്ലൊരു ട്രെയിലറായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ തീർച്ചയായിട്ടും അർജുൻ അശോകിന്റെ സിനിമയാണല്ലോ, തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ പോയി തന്നെ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ 14 തീയതി, നവംബർ മാസം 14 15 അല്ല 15 തീയതി, 15 നവംബർ 14 എന്ന് പറയുമ്പോൾ വേറൊരു സാധനം കൂടെ ഉണ്ട്. നവംബർ 14 എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു സിനിമയും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നു. സൂര്യ സാറിന്റെ കങ്കുവയും വരുന്നുണ്ട്. ഈ 2 സിനിമകൾ നമുക്ക് നല്ലൊരു സിനിമകളെ മാറാൻ ഏറ്റുമുട്ടലായിരിക്കും നല്ലത്. അതെ, തീർച്ചയായിട്ടും. കാരണം രണ്ടും വേറെ വേറെ സിനിമകളായിട്ട് തന്നെയാണ് വരുന്നത്. ഒന്ന് ബിഗ് ബജറ്റ്, നമുക്കൊന്ന് ഇൻവെസ്റ്റിഗേഷൻ
ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലിങ്ങുമായിട്ട് നമുക്ക് 2 സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, സിനിമ ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തെ 2 റിലീസുകൾ വരുന്നുണ്ട്. നല്ല കിട്ടില്ലൻ റിലീസുകളാണ് വരുന്നത്. ആനന്ദ് ശ്രീബാലയും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു എക്സ്പെരിമെന്റ്, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആവട്ടെ. എല്ലാ അർത്ഥത്തിലും നമുക്ക് നല്ലൊരു സിനിമയായിട്ട് തന്നെ ആശംസിക്കാം. തീർച്ചയായും പിന്നെ നല്ലൊരു ട്രെയിലറാണ്. അതിനകത്ത് നമ്മൾ കണ്ട് തന്നെ നമ്മൾ ഇരുന്നു. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മുടെ നമ്മുടെ അർജുൻ അശോകിന് ശേഷം വരുന്ന അപർണ ദാസ് വരുന്നുണ്ട്, അജു വർഗീസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 90s അല്ലെങ്കിൽ നമ്മുടെ 90s ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നല്ലോ നമ്മുടെ ചിന്താവിഷ്ട ശ്യാമള. അപ്പോൾ അതിനകത്തുള്ള നമ്മുടെ സംഗീത ചേച്ചി ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ തുടങ്ങി നിരവധി കാസ്റ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു സിനിമയായിട്ട് തന്നെ വരട്ടെ. തീർച്ചയായിട്ടും 15-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. 15-ാം തീയതി നമുക്ക് അതിൽ പോയി കാണണ്ടേ? തീർച്ചയായിട്ടും 15-ാം തീയതിയാണ് നമ്മുടെ സിനിമ റിലീസ് ആവുന്നത്. ആ സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. നല്ലൊരു സിനിമയായിട്ട് തന്നെ നമുക്ക് ആശംസിക്കാം, ആഗ്രഹിക്കാം, കാത്തിരിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും ഇതിന്റെ ഡയറക്ടർ വിഷ്ണുവിനെ, അതുപോലെ തന്നെ നമ്മുടെ അർജുൻ അശോക്, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും, കാത്തിരിക്കുന്ന എല്ലാ മലയാള സിനിമ പ്രേക്ഷകർക്കും എല്ലാവിധ ആശംസകളും RRന്റെ ഭാഗത്തുനിന്ന് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും ബൈ.